ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് നിങ്ങളെ വർത്താനം? ഇന്ന് രാവിലെ തന്നെ ഞാൻ ചായക്ക് കടി ഉണ്ടാക്കിയ ദോശയാണ് കേട്ടോ. ദോശയ്ക്ക് പിന്നെ നമ്മൾ തക്കാളി ചട്ടീനിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. ഇന്ന് മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ തക്കാളി ചട്ടീനി. ഞാൻ ആദ്യമൊന്നും ഉണ്ടാക്കലില്ല, ഇപ്പം അടുത്താണ് ഞാൻ തക്കാളി ചട്ടീനൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയത് കേട്ടോ. ആദ്യം സാധാ ചട്ടീനി ഉണ്ടാക്കലുണ്ട് നമ്മൾ തേങ്ങോട്. പിന്നെ ഞാൻ നുറുക്കുണ്ടാക്കി വെച്ചിനി കേട്ടോ. മക്കൾക്ക് വൈകുന്നേരം ചായ കൂട്ട വെച്ചാണ്ട് രാവിലെ തന്നെ നുറുക്കും ഉണ്ടാക്കി വെച്ചിനി, തണുക്കൊന്നുമില്ലല്ലോ. അപ്പോൾ ഞാൻ നുറുക്ക് നല്ല കറുമുറായി, നല്ല ഒച്ചയും നല്ല ഇതായിന് കേട്ടോ. കറുമുറ് പറഞ്ഞ ഒച്ചയുണ്ട് കേട്ടോ. നമ്മൾ ആ നൂലപ്പത്തിൻ്റെ അച്ചുണ്ടല്ലോ, പല മോഡലും അച്ച്. അപ്പോൾ ഞാൻ പല മോഡലും ഉണ്ടാക്കി നോക്കി കേട്ടോ. വട്ടത്തിൽ ഇതാക്കി പല മോഡലും അച്ചുണ്ടായിട്ട് പല മോഡലും കുറച്ച് കുറച്ച് പല മോഡലും ഉണ്ടാക്കി കേട്ടോ. എന്നാൽ പിന്നെ വൈകുന്നേരത്തേക്ക് പിന്നെ നോക്കണ്ടല്ലോ, രാവിലെ തന്നെ ഉണ്ടാക്കി വെച്ചാൽ. പിന്നെ അതൊക്കെ കഴിഞ്ഞു, രാത്രിയായി കേട്ടോ. രാത്രിയായപ്പോൾ മക്കൾക്ക് ചോറ് കൊടുത്തപ്പോൾ ചോറ് വേണ്ട അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ മറ്റൊരു സാധനം ഉണ്ടാക്കിയരാം, മുട്ട ബിരിയാണി ഉണ്ടാക്കിയരാന്ന് കേട്ടോ. ഇത് മുട്ട ബിരിയാണി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാ മുട്ട ബിരിയാണി അല്ല, തട്ടിക്കൂട്ടി മുട്ട ബിരിയാണി. എന്നാലോ നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ. ഇപ്പം എൻ്റെ ചെറിയ ജനക്കൊക്കെ ഞാൻ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കല് കേട്ടോ. ആദ്യം നമ്മൾ ചട്ടി വയ്ക്കുക, എന്നിട്ട് ചട്ടി ചൂടായിട്ട് വെളിച്ചെണ്ണ പാരാം. വെളിച്ചെണ്ണ ഒന്നുകൂടി ടേസ്റ്റ് കിട്ടുക. എന്നിട്ട് ഉള്ളി ഇടുക. നമ്മൾ എത്ര ചോറ് എടുക്കണം അതിനനുസരിച്ച് ഉള്ളി ഇട്ടാൽ മതി കേട്ടോ. ഇത് ഉള്ളി ഇടുക, ഉള്ളിക്ക് കുറച്ച് ഉപ്പ് ഇട്ടേക്കുക. ഉപ്പിടുക, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും കേട്ടോ. ചെറിയ മക്കൾക്കായാലും ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ മക്കൾ തിന്നോളൂ കേട്ടോ. വേറെ ഒന്നും വേണ്ട, ആ ചൂടൊക്കെ തിന്നും വേണം കേട്ടോ. അപ്പോഴാണ് ഒന്നുകൂടി ടേസ്റ്റ് കിട്ടുക. ഉണ്ടാക്കിയ പാടന്ന് തിന്നും വേണം. എന്നിട്ട് ഉള്ളി വാടി വന്നിട്ട് മഞ്ഞൾപ്പൊടി ഇടണം, മല്ലിപ്പൊടി ഇടണം. മഞ്ഞൾപ്പൊടി കുറച്ച് പാകത്തിന്, പിന്നെ മല്ലിപ്പൊടി. ആ മല്ലിപ്പൊടിയാണ് അതിൻ്റെ ടേസ്റ്റ് കേട്ടോ. മല്ലിപ്പൊടി എങ്ങനെയായാലും ഇടണം കേട്ടോ. മല്ലിപ്പൊടി വരുമ്പോഴാണ് ആ ചോറിന് ഒന്നുകൂടി ടേസ്റ്റ് കൂടുന്നത് കേട്ടോ. അപ്പോൾ ആ വെളിച്ചെണ്ണയ്ക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി കുറച്ചിട്ടു, മല്ലിപ്പൊടി ഞാൻ 2 സ്പൂൺ ഇട്ടു കേട്ടോ. മഞ്ഞൾപ്പൊടി കുറച്ച് ഇട്ടിട്ടുള്ളൂ. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ മുട്ട പൊട്ടിച്ച് പാരട്ടോ. ഞാൻ ഇതിലേക്ക് 2 മുട്ടയാണ് കേട്ടോ എടുത്തത്. എന്നിട്ട് മുട്ട പാർന്നിട്ട് നല്ലോണം പൊടിയാക്കുക കേട്ടോ. ഉള്ളി മുട്ടോടി നല്ലോണം പൊടി ഇങ്ങനെ ആക്കുക, നല്ലോണം പൊടിയാവണം കേട്ടോ. എന്നിട്ട് പൊടി ആയതിൻ്റെ ശേഷം ചോറുണ്ടാകും. നമുക്ക് എത്ര ആവശ്യം ചോറ് തോനം. ഇപ്പം നമ്മൾ 2 മുട്ടല്ലേ എടുത്തത്, അപ്പം അതിനനുസരിച്ചുള്ള ചോറും ഇടാം കേട്ടോ. ഇനി നമ്മൾ വാട്ടിയത് കുറച്ചും ചോറ് തോന്നിയാവുമ്പോൾ നമുക്ക് ആ ടേസ്റ്റ് കിട്ടൂല കേട്ടോ. എല്ലാ പാകമാകുമ്പോഴാണ് നമുക്ക് ആ ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഇതിന് പാകത്തിനില്ല ചോറും ഞാൻ ഇട്ടു കേട്ടോ. എന്നിട്ട് ഇട്ടഞ്ഞിട്ട് നല്ലോണം മിക്സ് ചെയ്യുക കേട്ടോ. രണ്ടും നല്ലോണം മിക്സ് ചെയ്താണ്ട് അപ്പം തന്നെ നമുക്ക് ചൂടൊക്കെ തിന്നട്ടോ. വേറെ ഒരു കൂട്ടാനും നമുക്ക് വേണ്ട. എന്താണ് ചൂട് ഒക്കെ ആകുമ്പോൾ നമുക്ക് വേറെ എന്തൊരു കൂട്ടാനും വേണ്ട കേട്ടോ നമുക്ക്. ഇനി ചൂടൊക്കെ പോവുക അങ്ങനെയൊക്കെ നമുക്ക് തൈരോ അച്ചാറോ അങ്ങനെ കൂട്ടാം. അല്ലെങ്കിൽ ഒരു അച്ചാറിൻ്റെയും തൈരിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നിങ്ങൾ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെ കൂട്ടുകാർക്കും നിങ്ങളെ ഫാമിലിക്കും ഒക്കെ അയച്ചും കൊടുക്കണേ. പിന്നെ മക്കളൊക്കെ കാത്ത് നിൽക്കാണ് കേട്ടോ, വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അതായിട്ടാണ് തിന്നാണ്ട് പറഞ്ഞാണ്ട് ഞാൻ മുട്ട പൊരിച്ചാണ്ട് ചോറ് വരാറിനപ്പോൾ മക്കൾക്ക് വേണ്ട ഇങ്ങനെ മതി പറഞ്ഞാണ്ട് കാത്തിക്കാണ് മക്കൾ കേട്ടോ. പിന്നെ ഏതാ ചോറ് ഇട്ടു കേട്ടോ, മുട്ടായി ചോറിട്ടു. നല്ലോണം ഇതാക്കുക, മിക്സ് ചെയ്യണം കേട്ടോ. എന്നെങ്കിൽ എല്ലാ ചോദിച്ചൊക്കെ നമ്മൾ ആ മുട്ടൻ്റെ ഉള്ളിൻ്റെ ഒക്കെ ഒന്ന് പിടിച്ചോളൂ. പിന്നെ ഞാൻ നെല്ലിക്ക ഉപ്പിലിട്ടണം കേട്ടോ. അതാണ് കുറച്ചായി നെല്ലിക്ക ഉപ്പിലിടണം ഇട്ടിട്ടാ. മക്കൾ സ്കൂൾക്കൊക്കെ കൊണ്ടുപോകലുണ്ട്.